എല്ലാ കൂട്ടുകാർക്കും ബട്ടൺ ഫ്ലവറിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡെയ്സി പ്ലാന്റിൻ്റെ കെയർ, അതിൻ്റെ പോട്ടിംഗ് മിക്സ്, അതിന് കൊടുക്കാൻ പറ്റിയ ഫെർട്ടിലൈസർ, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്താൽ എൻ്റെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് ഏത് സീസണിലും വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഈ ഡെയ്സി പ്ലാന്റ്. ഇതേപോലെ കൊത്തു കൊത്തായിട്ടാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത്. പല കളറിലുണ്ട്. പിങ്ക്, ഇതേപോലെ ഒരു ലാവൻഡർ കളർ, നല്ലൊരു പർപ്പിൾ കളർ, വൈറ്റ്, യെല്ലോ, ഇങ്ങനെ ഒരു 3-4 കളറിലാണ് ഈ ഡെയ്സി പ്ലാന്റ് കാണപ്പെടുന്നത്. പ്രത്യേകിച്ച് സീസൺ ഒന്നുമില്ലാത്തതുകൊണ്ട് വർഷം മുഴുവനും പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ഈ ഡെയ്സി ചെടി. അസിഡിക് സോയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടി ആയതുകൊണ്ട് നമ്മൾ പോട്ടിംഗ് മിക്സായിട്ട് മണ്ണ്, മണൽ, കമ്പോസ്റ്റ്, ചാണകപ്പൊടി, എല്ലുപൊടി, ഈ ഒരു പോട്ടിംഗ് മിക്സിൽ വേണം നമ്മൾ ഈ ഡെയ്സി പ്ലാന്റ് നട്ട് കൊടുക്കാൻ. അതേപോലെ തന്നെ ഒരുപാട് വെയിലിൻ്റെ ആവശ്യമില്ല ഈ ചെടിക്ക്. നമുക്ക് രാവിലത്തെ ഒരു 2-3 മണിക്കൂർ വെയിലിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഓവർ വെയിൽ കൊണ്ടാൽ ഈ ചെടി കരിഞ്ഞു പോകാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രാവിലത്തെ 1-2 മണിക്കൂർ വെയിൽ മാത്രമേ ഈ ചെടിക്ക് ആവശ്യമുള്ളൂ. ഷേഡിലോ ഒട്ടും വെയിലില്ലാത്ത ഭാഗത്തോ ആണ് വളർത്തുന്നതെങ്കിൽ ഇതിൽ പൂക്കളുടെ എണ്ണം കുറവായിരിക്കും, പൂക്കൾ ഉണ്ടാകത്തില്ല. ചെടി വളരുന്നതല്ലാതെ പൂക്കളുടെ എണ്ണം വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് രാവിലത്തെ ഒരു 2-3 മണിക്കൂർ വെയിൽ കിട്ടുന്ന ഭാഗത്ത് ഇത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഈ ചെടി അധികം ഹൈറ്റിൽ വളരില്ലെങ്കിലും ഇതിന് പൂക്കൾ ഉണ്ടാകുന്നത് ഇതേപോലെ തണ്ടുകൾ നന്നായിട്ട് നീണ്ട് വളർന്ന് അതിലാണ് പൂക്കൾ ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ചെടി നട്ട് കൊടുത്തു കഴിയുമ്പോൾ എപ്പോഴും ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ചെടി ഇതേപോലെ വീണുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുത്ത് ചെടി നന്നായിട്ട് സ്ട്രെയിറ്റായിട്ട് നിന്ന് വളരുന്നതാണ്. നമ്മൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വെള്ളം കൊടുക്കുന്ന രീതിയാണ്. അതായത് ഒരുപാട് വെള്ളം ഈ ചെടിക്ക് ആവശ്യമില്ല. നമുക്ക് നല്ല വെയിലാണെങ്കിൽ ദിവസവും നനച്ചു കൊടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ഒരു ദിവസം ഇടവിട്ട് മാത്രം നനച്ചു കൊടുത്താൽ മതി. മഴയുള്ള ഭാഗത്ത്, നന്നായിട്ട് മഴ പെയ്യുന്നിടത്ത് ഈ ചെടി വെക്കരുത്. കാരണം ഒരുപാട് വെള്ളം വീണ് കഴിയുമ്പോൾ ഇതിൻ്റെ ഇലകളെല്ലാം ചീയാൻ തുടങ്ങും. കാരണം ഇതുപോലെ ഒരുപാട് ഹൈറ്റിൽ വളരുന്ന ഒരു ചെടിയല്ലെങ്കിലും മണ്ണിൽ ഒട്ടി വളരുന്ന ഒരു ചെടിയാണിത്. അപ്പം നമ്മൾ ഒരുപാട് മഴയൊക്കെ കൊള്ളുന്ന ഭാഗത്ത് വെച്ച് കഴിയുമ്പോഴത്തേന് ഈ ഇല ഈ മണ്ണുമായിട്ട് ചേർന്ന് പെട്ടെന്ന് അഴുകിപ്പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മഴയൊക്കെ ഉള്ള സമയത്ത് ഒന്ന് ഷെയ്ഡിലോട്ടൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതേപോലെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ മണ്ണിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ തണ്ടിലും ഇലയിലും ഒക്കെ വെള്ളം വീഴാത്ത രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇതേപോലെ പൂക്കളുണ്ടായി എല്ലാം വാടിക്കഴിഞ്ഞതിന് ശേഷം ഈ ഒരു തണ്ട് നമ്മൾ ഈ ചെടിയിൽ നിർത്താൻ പാടില്ല. നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചെടി മൊത്തമായിട്ട് നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ തിരിച്ച് അടുത്ത ചെടിയിൽ നിന്നും തിരിച്ചും ഇതേപോലെ ബ്രാഞ്ചസ് മാതിരി വന്ന് അതിൽ പൂക്കൾ ഉണ്ടാകത്തുള്ളൂ. അപ്പം നമ്മൾ ഇതിൽ തന്നെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂക്കൾ ഉണ്ടാകത്തില്ല. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ ഈസിയാണ്. നമുക്ക് ഒരു ചെടി ഉണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് ധാരാളം തൈകൾ പൊട്ടിമുളയ്ക്കുന്നതാണ്. പൂക്കളുണ്ടായ ഈ തൈ, ഈ ഒരു ചെടി നശിച്ചു പോയാലും അതിൻ്റെ താഴെ ധാരാളം തൈകൾ ഉള്ളതുകൊണ്ട് നമുക്ക് അടുത്ത ചെടിയിൽ നിന്ന് പൂക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സെപ്പറേറ്റായിട്ട് മാറ്റി മാറ്റി നട്ടു കൊടുക്കാം. ഇല്ലെങ്കിൽ ഈ ചട്ടിയിൽ തന്നെ അത് വളർത്തിയെടുക്കാം. അപ്പോൾ ഈ എല്ലാ തൈകളിൽ നിന്നും ഈ പൂക്കൾ ഒന്നിച്ച് വരുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ്. ഇത് എല്ലാ സീസണിലും പൂക്കൾ തരുന്ന ഒരു ചെടി ആയതുകൊണ്ട് നമുക്ക് ഇതിന് രാസവളങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ രാസവളം കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് NPK ഒരു 15 ദിവസം കൂടുമ്പോൾ NPK കൊടുക്കാവുന്നതാണ്. DAPയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ജൈവവളമാണെങ്കിൽ നമുക്ക് കമ്പോസ്റ്റ്, അതേപോലെ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത്, നല്ല ഉണങ്ങിയ ചാണകം പൊടിച്ചത്, അല്ലെങ്കിൽ പച്ച ചാണകം നല്ല വെള്ളത്തിൽ കലക്കി, അതൊക്കെ നമുക്ക് ഈ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അടുത്തത് നമ്മുടെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റിയ ഒരു ഫെർട്ടിലൈസറാണിത്. ഇതിനകത്ത് മുട്ടയുടെ തോടുണ്ട്, പഴത്തിൻ്റെ തൊലിയുണ്ട്, സവാളയുടെ തൊലിയുണ്ട്, വെളുത്തുള്ളിയുടെ തൊലിയുണ്ട്, അതേപോലെ ചായയുടെ
കൊത്തുണ്ട്. ഈ ചായയുടെ കൊത്ത് നന്നായിട്ട് കഴുകിയിട്ട് വേണം ഉണക്കിയെടുക്കാൻ. ഇതെല്ലാം കൂടെ ഒന്ന് ഉണക്കിയിട്ട് ഞാൻ ഇതേപോലെ പൊടിച്ച് വെച്ചേക്കും. ഇതാണ് ഞാൻ എൻ്റെ എല്ലാ പൂച്ചെടികൾക്കും കൊടുക്കുന്നത്. ഇത് കൊടുത്തു കഴിയുമ്പോഴത്തേന് ചെടി നല്ല ഹെൽത്തി ആയിട്ടും വളരും. അതേപോലെ ചെടിയിൽ ധാരാളം പൂക്കളും ഉണ്ടാകും. ഇതിൽ 1 സ്പൂൺ നമ്മുടെ ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുത്താൽ മതി. നമുക്ക് ഒരു പ്രാവശ്യം കമ്പോസ്റ്റ് അത് കൊടുക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു വളം കൊടുക്കാം. അങ്ങനെ മാറ്റി മാറ്റി വളം കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് NPK മാതിരിയുള്ള വളങ്ങളും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഇതേപോലെ എന്തെങ്കിലും ഫെർട്ടിലൈസർ ഇട്ട് കൊടുത്താൽ ഇതേപോലെ പുതിയ തണ്ടുകൾ വന്നും പുതിയ മൊട്ടുകളും പൂക്കളും ആ ചെടിയിൽ ഉണ്ടാകുന്നതാണ്. ഇതിൻ്റെ ചുവട്ടിൽ ഒരുപാട് തൈകൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഫെർട്ടിലൈസർ ഇട്ട് കൊടുത്താൽ മാത്രമേ അടുത്തടുത്ത ചെടിയിൽ നിന്ന് ഇതേപോലെ തണ്ടുകൾ വന്ന് പൂക്കൾ ഉണ്ടാകുകയുള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ചെടി അധികം ഹൈറ്റ് വെക്കാതെ ഇതേപോലെ മണ്ണിൽ താന്ന് വളരുന്ന ഒരു ചെടി ആയതുകൊണ്ട് ഇതിൻ്റെ ഇലകളെല്ലാം ഉണങ്ങി അതിൻ്റെ ചുവട്ടിൽ തന്നെ വീണ് കിടക്കും. അത് നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ഇലകളെല്ലാം ഉണങ്ങി അതിൻ്റെ ചുവട്ടിൽ തന്നെ കിടന്നു കഴിയുമ്പോൾ അതിൻ്റെ വേരഴുകാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഇലകളെല്ലാം ഇങ്ങനെ ഉണങ്ങി കിടക്കുന്ന ഇലകളെല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കണം. ചെടി എപ്പോഴും നല്ല ക്ലീനായിട്ടിരുന്നാലേ ചെടി പെട്ടെന്ന് നശിച്ചു പോകാതിരിക്കത്തുള്ളൂ. ചെടിയിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ കാരണം നമ്മൾ ഇതേപോലെ ഇലകളെല്ലാം മാറ്റാതെ ചെടിയെ ഈ ഇലകളെല്ലാം ഉണങ്ങി അതിൽ തന്നെ പഴുത്ത് കിടക്കുമ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ പെട്ടെന്ന് ചെടിയിൽ അറ്റാക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഇതിൽ സാഫ് ഫംഗിസൈഡ് ഇതിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. 1 ഗ്രാം സാഫ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്കിതേപോലെ ഒരു 15 ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫംഗൽ ഇൻഫെക്ഷനിൽ നിന്ന് ചെടിയെ നമുക്ക് രക്ഷിച്ചെടുക്കാം. അതേപോലെ മറ്റൊരു പ്രശ്നമാണ് മീലി ബഗ്സ്, പൗഡറി മൈൽഡ്യൂ. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് നീം ഓയിൽ സോപ്പിലോ ഷാമ്പൂലോ കലക്കി അതും സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് അസ്റ്റർ ഡേസി എന്നറിയപ്പെടുന്ന മറ്റൊരു ടൈപ്പ് ഡേസി ചെടിയാണ്. ഇത് വിൻ്റർ സീസണിൽ മാത്രമേ ഇതിൽ പൂക്കൾ ഉണ്ടാകത്തുള്ളൂ. ഇതൊരു സീസണൽ പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ കൊണ്ടുവച്ചാൽ കൂടെ ആ സീസൺ കഴിയുമ്പോൾ ഈ ചെടി നശിച്ചു പോകും. ഈ ഒരു ടൈപ്പ് ഡേസി ചെടി നിങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ അതിൻ്റെ സീഡ് എടുത്ത് വെച്ച് നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നോർമൽ ഡേസി ചെടിയെപ്പോലെ തന്നെ ഒരേ തണ്ടിൽ ധാരാളം പൂക്കൾ ഒന്നിച്ചുണ്ടാകുന്ന ഒരു ടൈപ്പ് ഡേസി തന്നെയാണ് ഇതും. ചെടിയിൽ എപ്പോഴും പൂക്കൾ വേണം, 365 ദിവസവും പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് ഈ ഡേസി ചെടി. അതും ഇതേപോലെ ഒരേ തണ്ടിൽ ഇതേപോലെ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഡേസി ചെടി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഡേസി ചെടിയുടെ കെയർ, അതിന് കൊടുക്കാവുന്ന വളങ്ങൾ, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ചെടിയുടെ വിശേഷവുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.